ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇടുക്കി വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പിടിയും കോഴിയാണ്. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എലികുടി ചേച്ചി അരിയൊക്കെ ഒന്ന് കുതിർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ മില്ലിൽ കൊണ്ടുപോയാൽ പൊടിച്ചെടുക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് അത്രയും ഒരുപാട് അരിയൊന്നുമില്ല, 1.5 കിലോ അരിയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളിന്ന് പിടി ഉണ്ടാക്കുന്നത് പുഴുക്കലരിക്ക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ നെല്ലുകുത്തി അരികെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടാവും. സാധാരണ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിക്ക് ചെയ്യാം, പക്ഷേ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഈ പൊടിച്ചെടുക്കുന്ന പൊടിയുടെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്ന പറഞ്ഞാൽ പൊടിയാത്ത അരി കാണും. അപ്പോൾ അത് അരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ അത് ഉണ്ട കുത്തിക്കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല നെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉമിയെല്ലാം അതിൽ കിടക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരിച്ചൊക്കെ എടുത്താൽ അതിൻ്റെ ഒരു വേസ്റ്റും ഒക്കെ പോവും. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, ഞാനിത് കണ്ടിട്ടേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ലിജി ഇത് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എലിക്കുട്ടി ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വേണം. പ്രധാനപ്പെട്ടതായിട്ട് തേങ്ങയാണ് വേണ്ടുന്നത്. 2 തേങ്ങ എടുത്ത് നല്ല പഴുത്തുണങ്ങിയ തേങ്ങ കേട്ടോ. ഇനി അതൊന്ന് തിരികെ എടുത്ത് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ തിരിങ്ങിയെടുത്ത് തേങ്ങയുടെ കൂടെ തന്നെ ഇനി 1 സ്പൂൺ ജീരകവും ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്ത് ഇതെല്ലാം കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. നല്ല മയമുള്ള നമ്മളെ നെല്ലുകുത്തിയ അരിയാ കേട്ടോ. റോസരി അല്ല, ഒറിജിനൽ നെല്ലുകുത്തിയത് ഇല്ലയോ? അത് മില്ലി പൊടി കുത്തുന്നതായിരിക്കും ഇല്ലയോ? അത് ഇതുപോലെ തന്നെ. അതിലാണ് തേങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്ത് വെക്കില്ലേ? അപ്പോൾ നമ്മൾ ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതിന്റെ മണം എല്ലാത്തിലും പൊടി മേടിച്ചാലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കണ്ട. പുട്ടിന്റെ പൊടി മേടിച്ചിട്ട്, പുട്ടിന്റെ അല്ല പപ്പത്തിന്റെ പൊടി മേടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് തളിച്ചിട്ട് ഇങ്ങനെ തേങ്ങ എല്ലാം ചേർത്ത് നന്നായിട്ടാകും. പക്ഷെ പുട്ടിന്റെ പൊടി ആയിരിക്കും ഇച്ചിരി തരി കിട്ടുമല്ലോ അല്ലയോ? പുട്ടിന്റെ പൊടി ആകുമ്പോ ഒത്തിരി തരിയല്ല. മറ്റേ അപ്പത്തിന്റെ ആകുമ്പോ നല്ല. ഇപ്പോഴേ നമ്മൾ പൊടിയൊക്കെ വറക്കാൻ പോകട്ടോ. നമ്മൾ വെളിയിൽ വെച്ചാ വറക്കുന്നത്. അവിടെ ആകുമ്പോ സൗകര്യത്തോടെ ഇരുന്ന് വറക്കാവല്ലേ അല്ലേ? ഒറ്റ 2ആയിട്ടല്ലേ നമ്മള് വറക്കുന്നത്? നനവായില്ലേ? പൊടിയൊരു ചെറിയൊരു നനവുണ്ട്. ചിക്കൻ കറിക്കുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോഴേ ഞങ്ങൾ ചിക്കനൊക്കെ ഒന്ന് വേവിക്കുക കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറേ പറ്റി വരട്ടെ. അപ്പം ഇറച്ചിക്ക് ഉറപ്പ് കിട്ടാൻ. അതെ. പിന്നെ അതിന് വിടുന്ന സാധനങ്ങളൊക്കെ മുളക് പൊടി, അതെ, മസാല എല്ലായിടത്തും വരുന്നുണ്ട്. മല്ലിപ്പൊടി, ചിക്കൻ പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇനി ബാക്കി ആവശ്യത്തിനുണ്ട് ചേർക്കാം. ഇവിടെയാണ് ഇരിക്കുന്നത്. ചട്ടി ചൂടായി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. വെള്ളം പറ്റി. അത് 2
പോരെ? ആ മതി. ഇതിങ്ങോട്ട് നീക്കി വെച്ചാൽ എന്തായാലും നീക്കിയല്ലേ? ഏതാ ഈ നിൽക്കുന്ന ആള്? അതെ, അത് കൊച്ചു ഇട്ടായി. ഇവിടെ എന്നാ ജോലിയായിരിക്കും പൊക്കോ. ആ ഇട്ടോ. ഇഞ്ചി ഇടുവാണേ. പിടി വെക്കുന്ന കണ്ടുപിടിക്കണം കേട്ടാ. പിടി ഉണ്ടാ ബടൻ കയ്യാള് കൂടുതലായില്ലേ? ഇത്ര നേരം വെട്ടമില്ലാതെ അതെ എടുത്തു. എന്തെടുക്കണ്ടേ? എന്തെടുക്കണ്ടേ? ഞാൻ പറഞ്ഞ ശ്രീകുട്ടനോട് പിടിയും കോഴി ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചോളൂ. അവിടെ ചെന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. ചെറിയുള്ളി പോവാന്നോ? പിടി ഉണ്ടാക്കുമ്പോ വന്നാ അത് കൈയൊക്കെ കഴുകി വൃത്തിയായി. ആദ്യമാണ് ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നു വിളിച്ചു. പകുതി വളരെ എണ്ണ കുറവാണോ? ഒന്നില്ലേ? വെളിച്ചെണ്ണ ഉണ്ടോ ഉറങ്ങിയിരിക്കുന്നത്? തരി നമ്മൾ ഒഴിക്കുമ്പോഴേ ഈ എണ്ണയ്ക്ക് ചേർക്കുന്ന എണ്ണക്കകത്ത് വില കൂടിയതുകൊണ്ടേ പറയാൻ പറ്റും. അല്ല സൺഫ്ലവർ മേടിച്ചതിനൊക്കെ അത്ര കുറഞ്ഞിട്ടില്ലല്ലേ? ഏതാ സൺഫ്ലവർ? ഏതാ നമ്മൾ കൊണ്ടിരുന്ന സൺഫ്ലവറേ ഇവിടെ കുപ്പി. അത് കുറയ്ക്കല്ലോ. അതാ വെളിച്ചെണ്ണ മാത്രമേ കുറയ്ക്കുള്ളൂ, അല്ലാതെ തന്നെ കുറയ്ക്കല. പാം ഓയിൽ കുറയ്ക്കും. പാം ഓയിൽ പിന്നെ പാല് പോലെ ഇരിക്കുള്ളൂ. ആയോ? ആയി തോന്നല്ലേ? കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. പച്ച കടന്ന് അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അത് തന്നെ നല്ലതുപോലെ നല്ല ഫ്രൈ ആവേണ്ട, ഒരു മഞ്ഞ കളർ അടിക്കണം. അതുപോലെ പൊടി അളയിൽ ശരിക്കും ഇങ്ങനെ പൊടി പൊടിയായിട്ടാവണം. പച്ചവയായിരിക്കും. മൂടാനോ പാത്രമില്ല. കറി കോരി എടുക്കണം. കോരി വേറെ പകർന്ന് വെച്ചാൽ മതി. വേറെ എടുക്കാൻ നമുക്ക്. സൈഡിൽ കറിവേപ്പില ഉണ്ടോ? കറിവേപ്പില ഉണ്ട്. കുഞ്ഞുങ്ങളെ അവിടെ കരിവേപ്പില ഇല്ലായിരുന്നു. വീട്ടിലെ പറമ്പ് കയറിയിട്ട് അത് ഇല്ല. കുഞ്ഞുങ്ങൾ കരിവേപ്പില അവിടെ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളായിട്ടല്ലേ? കാണാനില്ല. നമ്മുടെ അവിടെ ഒരു കറിവേപ്പില എന്തുവായെന്നറിയാൻ വയ്യ. വെള്ളം ഇല്ലാത്തോണ്ടേ. അതെ, വലുതായിരുന്നു. എന്നും രാവിലെ പഴങ്കഞ്ഞെള്ളം കുടിക്കണം. അത് കോഴി ചിക്കൻ നമ്മൾ മസാലപ്പൊടി എല്ലാം ഇട്ട് ചേർത്ത് എണ്ണ കൂടെ ചേർക്കട്ടെ. കുറച്ച് എണ്ണയും കൂടെ ചേർക്കട്ടെ. എന്തെങ്കിലേ കത്തിപ്പോ. എണ്ണ കുറവുണ്ട്. ചെറുക്കി വെള്ളം എടുത്തിട്ട് വരടാ. ചിക്കന്റെ വെള്ളം ഉണ്ടല്ലോ, അതും ഒഴിച്ചാൽ മതിയല്ലേ? ചിക്കൻ വെള്ളം ഒത്തിരി വെള്ളം വേണ്ട. ചിക്കന്റെ വെള്ളം ഉണ്ട്. ചിക്കൻ നല്ലോണം വെന്തെടുക്കൂല്ലയോ? ഒത്തിരി വെള്ളം ഒത്തിരി ചെയ്യാലോ. ചാറ് വേണ്ടല്ലോ. ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശകലം ഒത്തിരി വേണ്ട. കറി വേകുമ്പോഴത്തേക്ക് അത് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കറി വാങ്ങി കഴിഞ്ഞില്ലെങ്കിൽ ചെറുത് ഉള്ളിലേക്ക് വെള്ളം വയ്ക്കും. പെട്ടെന്നാകുമായിരുന്നു. നോക്കിട്ടെ. ചിക്കൻ അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ കണ്ടുപിടിച്ചാൽ ഉപ്പിടണ്ടേനെ. മോനെ ഉപ്പും ചേർത്തുണ്ടോ? ശരി. എന്ത് കോരി കഴിക്കുന്നേ?
ചിക്കനും ഉപ്പെടുത്തുണ്ടോ? ഉപ്പെടുത്തുണ്ടോ? പിന്നെ ഒത്തിരി വെള്ളം ഇല്ല, ഇച്ചിരി കഴിക്കണം അല്ലേ? കാലത്തോട്ടല്ലേ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നമ്മുടെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ളത് കഴിച്ചാൽ. വേറൊരു പാത്രം എടുത്തുണ്ടോ മോനെ? വേറെ പാത്രം എടുത്തോണ്ട് കൊച്ചു കോരി എടുത്തോ. കൊച്ചു കോരിടാൻ തവിയുണ്ട് നോക്കണോ? തവി ഇതേ ഉള്ളൂ, ചെറുത്. നമ്മുടെ കണ്ണാപ്പ എടുത്തുണ്ടോ? കണ്ണാപ്പ ഉണ്ടോ? നോക്കി. എനിക്കൊന്നും അറിയാൻ വൈകുന്നില്ല. നാക്കല് അതിനകത്ത് കോരി എടുത്തോ. ഇച്ചിരി ഉപ്പിടണം. പിന്നെ വെള്ളം തിളച്ച് നമ്മുടെ പിടിക്കും കോഴിക്കുമുള്ള പിടിക്കുള്ള കോഴിക്കല്ല, കോഴി അവിടെ റെഡിയായി. പൊടിയുണ്ടോ? ഇനി കുഴച്ചിട്ട് ഇവിടെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പോവാ. മാറ്റി വെക്ക്. അപ്പുറം പോയാലോ? അപ്പുറം പോവല്ലേ? അത് ലാസ്റ്റ് നമുക്ക് തിന്നാം. അത് കുഴപ്പമില്ല. വില വെച്ച് അടച്ചിനി അതോടെ വേഗം അടുത്ത പണിക്ക് പോകും. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ മാവൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിലേസ് പൊടിക്ക് വറക്കുന്ന അതേ അത്ര കളർ വേണ്ട, പക്ഷെ അതുപോലെ തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം മാവ്, എങ്കിലേ മാവിന് പച്ചപ്പ് ഉണ്ടാകാതിരിക്കത്തുള്ളൂ. നമ്മൾ മാവ് കഴിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ പച്ച കിടക്കും, അത് വേവാൻ വലിയ താമസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പൊടിക്കകത്ത് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ്, ആ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നമ്മുടെ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ പരുവത്തിനാണ് കുഴച്ചെടുക്കുന്നത്. ഇതെടുക്കട്ടെ, ഇത് കൊണ്ടോ. ഒരു സഹായി വന്നു. നല്ലൊരു ജോലി ചെയ്തില്ലയോ? ഓരോ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കടേ, മുമ്പേ ചോദിക്കണ്ട. ഇനി ഇതിപ്പം പൊടി റെഡിയാക്കും. കണ്ട് മനസ്സിലാക്കിക്കോ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ദിവസം ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെയല്ല അമ്മാമ്മന്നൊക്കെ പറഞ്ഞ് അതന്നെ. പരവശായോ? ലിജിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതില്ലയോ? ലിജി അവിടെ വരാനും പറഞ്ഞോട് പറഞ്ഞ ലിജി വെച്ചായിരുന്നു. ഇതിനകത്ത് കൊണ്ടുപോവാ ഞാതാ ഈ വീട്ടിലേക്ക് കൊണ്ടുപോവാ. എനിക്ക് വാരിയാലോ മാറ്റിയാലോ? ഉപ്പുണ്ടോ നോക്കാമോ? നോക്കി ഉപ്പുണ്ടോ നോക്കി. എനിക്കറിയാൻ വയ്യ. ചൂടാണോ? ഉണ്ടോ? ഇത് മതിയോ? കുറച്ചുകൂടെ വേണമെന്ന്. ഇനി നമ്മൾ വെള്ളത്തിനകത്ത് വെക്കില്ല. അല്ല ഇനി വെള്ളത്തിന് ഇനി ഇടത്തില്ലേ വെള്ളത്തിന്? അന്നേരം പിന്നെ കുഴപ്പമില്ല. അതല്ല, അത് പിന്നെ കഴിച്ചിട്ടേ പച്ചപ്പൊടിയുടെ അങ്ങനെയല്ലേ ശ്രീകുട്ട. ഇനി ആ പൊടി കുറച്ചെടുത്തിട്ടെ വെള്ളേക്ക് കളയാതെ ഇച്ചിരി അത് കിട്ടോ, തട്ടി കിട്ടോ, പയ്യെ പയ്യെ തട്ടി തട്ടിയിട്. അങ്ങനെ മതി മതി മതി. എന്നിട്ട് ഇത് നേരത്തെ ഇങ്ങനെ എടുക്കുക. തരാം. ഇത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് അടുത്ത ആൾക്ക് കൈമാറുക. എന്നിട്ട് ഇതിങ്ങനെ എടുക്കാം. ഇത് ഇത്ര എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അത്ര വേണ്ട.
വേണ്ട, ഈ ഒരു സൈസിലിട്. ഇത്രയും ഇങ്ങനെ ഇടുക, ഇതിൻ്റെ അകത്തേക്ക് ഇടുക. സ്പീഡ് ചെയ്യണം. കാടമുട്ടയുടെ അത്രയും. അതെ, കാടമുട്ടയ്ക്കും ചെറുതാ. ഓക്കെ, നന്നായിട്ട് ഊറ്റിയും കിട്ടണേ, പൊട്ടാതിരണം. പൊട്ടിപ്പോവാടാ, വെള്ളത്തിൽ ഇടുമ്പോ പൊട്ടിപ്പോവും. ഉരുട്ടാൻ കൊടുത്ത സാധനം ഇവിടെ തിന്നുന്നു. അത്ര ടേസ്റ്റ് ആയത് പച്ചക്ക് തിന്നെ. ചിലപ്പോ വയറുവേനൊക്കെ എടുക്കും കേട്ടോ, പച്ചപ്പൊടിയല്ലേ. ഇനി ലാസ്റ്റ് ജിയും കൂടെ തിന്നോ? പണ്ടത്തെ കണക്കല്ലേ ഇപ്പോഴും തിന്നുന്നത്. ഞാനൊക്കെ ഉണ്ടല്ലോ വീട്ടില് കുഞ്ഞായിരിക്കുമ്പോ ഉണ്ടാക്കുമ്പോ നമ്മള് ഇത് തിന്നാൻ വേണ്ടി മാത്രം ആരും അറിയാൻ ആൾക്ക് ആരും അറിയത്തില്ല. മിണ്ടൂല. ഉണ്ടോ അടുത്ത ആള് വിട്ടത് കണ്ട്. പിന്നെന്താ പൊടി കൂടുതൽ കഴിക്കണ്ട ശ്രീകുട്ട, കഴിച്ച ശീലമില്ലാത്തോണ്ടേ. ലിജാൻറ്റിയൊക്കെ കഴിച്ച ശീലമുള്ള, ലിജാൻറ്റി കഴിച്ച ശീലമുള്ള കേട്ടോ. കുത്തി വായി നിറയ്ക്കുന്ന കേട്ടോ. വേടി ഇച്ചിരി കൂടെ കൊടുത്താൽ പോരായിരുന്നു. അമ്മ മുഴുവൻ കഴിക്കുന്നമ്മ. അത് തന്നെ. ഒരു ചരുവ ഉണ്ടാക്കുന്നത് മൊത്തം കഴിക്കാം. ഇപ്പൊ ഈ ആൾക്കാരൊന്നും അധികം കഴിക്കാൻ സാധ്യതയില്ല. ആ ശരി, എളുപ്പം ഉരുട്ടിയിട്. ഞാനിവിടെ ഉരുട്ടട്ടെ. വായി ഇടരുത്. ഞാനും കൂടെ ഉരുട്ടട്ടെ ഇനി. അപ്പൊ നമ്മള് പിടിയൊക്കെ കണ്ട് ഉരുട്ടിക്കൊണ്ടിരിക്കട്ടോ. എവര് ഉരുട്ടുന്നതിനൊക്കെ ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തോന്ന് അറിയത്തില്ല, കുറച്ച് വലിപ്പം ഉണ്ട്. അത് കുഴപ്പമില്ല. ഇതുണ്ടോ? ഏകദേശം ഒരു ചപ്പാത്തി കേൾക്കുന്നതിന്റെ അത്രയുള്ള നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും. ചപ്പാത്തി നമ്മള് 10 സെക്കൻഡ് പരത്തിയാൽ അങ്ങനെ ആവും. അപ്പോഴും നമ്മളെ എല്ലാരും കൂടെ കൂടി പിടിയൊക്കെ ഒന്ന് മുറുക്കി പിടിച്ച് വെച്ചിട്ടുണ്ടോ. ഉരുട്ടി വെച്ചു. ഇപ്പം നമ്മൾ കുറേ പൊടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പൊടി എല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ പൊടി ഇങ്ങനെ വിതറി കൊടുക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടി പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇനി വെള്ളം അടുപ്പേ വെച്ച് വെള്ളത്തിനകത്ത് തേങ്ങയും പിന്നെ ഉപ്പ്, ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് ഇരിക്കുന്ന പൊടിയും കൂടി ഇടണം. ആ വെള്ളത്തിനൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് ഈ പൊടി ആദ്യം ഇടും ഇല്ലയോ? അല്ല, ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇത് ഇട്ടതിന് ശേഷം പിടിച്ചത് ഉരുള ഇട്ടതിന് ശേഷം നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ അതവിടെ കാണാം കേട്ടോ. അല്ലെ പൊടിയേ അടി പോയി കങ്ങം പിടിക്കും. അപ്പോൾ അവിടെ ചെന്ന് കാണാം നമുക്ക് ബാക്കിയൊക്കെ. മതിയാ? അത് മതി. ഇച്ചിരത്തിന്റെ കുറവുള്ളൂ. തിളച്ച് വരുന്നില്ലേ? ഇച്ചിരി മാറ്റി പിടിച്ചു. ഫോൺ നല്ല തീയ ഫോണിലേക്ക് അടി. വീഴും. കൊണ്ട് ഞാൻ തോറ്റ്. പിടിച്ചോ, ലൈറ്റ് അടിച്ചോ. തിളക്കിട്ട് തിളച്ച് വരുമ്പോ വീടാം. നീങ്ങി നോട്ടോ. തേങ്ങ ഇട്ടോ. തേങ്ങ അമ്മ അത് ഇച്ചിരി ഇട്ടു. ആദ്യം കുറച്ചിട്ട്. ഒരു എത്രയാകുമ്പോ തേങ്ങ ഇടണ്ടേ? തേങ്ങ ഇത് 2 തേങ്ങ. 2 തേങ്ങ ഉണ്ടോ? എല്ലാത്തിനും കൂടി വരി എടുത്തേ. ഇപ്പൊ ഇട്ടത് ഒരു 1/4 ഭാഗം തേങ്ങ ഉണ്ടാവും. അതെ, വരി എടുത്തേ ഇടുവാണേ. നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. നല്ലപോലെ തീയുണ്ട്. ശരിക്കും തിളച്ചെങ്കിൽ അടിയേ ഇതിന്റെ ഉണ്ടകൾ പോവും. ഉണ്ട ഉടഞ്ഞു പോവും. ഉണ്ട ഉടഞ്ഞു കണ്ടോ. ചിലപ്പോ പിടി വെക്കാൻ തോന്നിയാലേ അമ്മയ്ക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇരിക്കും. നല്ലുണ്ടല്ലോ അവിടെ. അടുത്ത പ്രാവശ്യം വേണം രാജേശ്വരി കുഞ്ഞുമ്മേനെ കൊണ്ടുവരാൻ. ലിജേഷ് ഉണ്ടാക്കിയാണ്. വെള്ളം ഒത്തിരി കുറഞ്ഞു പോകാൻ പാടില്ല. പക്ഷെ ഇത് ഉണക്കലരി ഉണ്ട്, നല്ല ടേസ്റ്റാ. ഒത്തിരി ഉണ്ട ഇടുമ്പോ ഒട്ടും പൊടി അതിനകത്ത് വീഴത്തില്ലേ? അതെ, കെട്ടിപ്പോകും.
കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇത് ആദ്യം ഇതിനകത്തുനിന്ന് എടുത്തു വെച്ചിരുന്ന വെള്ളമായിരുന്നു. അതെ, തിളപ്പിച്ച വെള്ളം. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ, കൊള്ളുവല്ലാതെ. അതെ, ചൂടും വെള്ളം മാത്രമേ വേറുള്ളൂ. ഇതൊക്കെ കഴിക്കാനുള്ള ആൾക്കാർ ഇങ്ങനെ തള്ളി നിൽക്കുക. അതെ, എങ്ങനെ എന്താന്നൊക്കെ അറിയാൻ. അതെ, ഇതിപ്പോ വേഗം അങ്ങ് വേവും. അത് തന്നെ പെട്ടെന്ന് വെന്ത പൊടിയല്ലയോ? അതെ. തീ നീക്കിക്കോ അങ്ങോട്ട്, കൈ പറ്റാതെ. നല്ല കൊല്ലിയാനുണ്ട് ഇടി. ഇതില്ലേ അമ്മ? തിളച്ചിട്ടല്ലേ ഇടാൻ പറ്റൂ. ഈ പൊടി ഇടുന്നോളൂ. വെന്ത് വരുമ്പോഴേ പൊടി ഇടുള്ളൂ അല്ലേ? ശ്രീകുട്ടാ വന്നോ? കഴിക്കാനാണോന്ന് അറിഞ്ഞില്ല ഇങ്ങനെ കിടന്ന് വെപ്രാളം തള്ളുന്നേ. പിന്നെ നല്ലപ്പം കാണുന്ന സാധനമല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇവര് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. ഇവര് അമ്മയും മക്കളും എല്ലാം കൂടെ വന്നായിരുന്നു അവിടെ. എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു ഉണ്ടാക്കിയത്. ക്രിസ്മസിനായിരിക്കും. അല്ല, ക്രിസ്മസ് ഒരു ഉണ്ടായിരുന്നല്ലോ. അല്ല, ക്രിസ്മസിനല്ല. ഇതെന്തിനാ ഉണ്ടാക്കുന്നത്? ഏത് സമയം ഉണ്ടാക്കുന്നത്? നമ്മളിവിടെ മെയിൻ ആയിട്ട് ക്രിസ്മസിനാണ് ഉണ്ടാക്കുന്നത്. അതെ, ക്രിസ്മസിന് ഉണ്ടാക്കും, എപ്പോ വേണേലും ഉണ്ടാക്കാം, എന്ത് വിഷയം ഉണ്ടാക്കാം. പക്ഷെ ക്രിസ്മസിന് പിടിയും കോഴിയും കഴിക്കുമ്പോ ഒരു സുഖം. അത് പണ്ട് മുതലേ ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് പിടിയും കോഴിയും. പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതെ, പൊടി ഇട്ട് കൊടുക്കാം. കുറി വരണ്ടല്ലോ വെള്ളം വെന്തേ തിളച്ചിട്ടേ. ഇതിന്റെ അകത്തേക്ക് ഇങ്ങ് കുറച്ച് ചിക്കൻ കറിയും കൂടെ അങ്ങ് ഒഴിച്ചിട്ട് തിന്നണോലടി. ചൂടോടെ അങ്ങ് കഴിക്കണം. എന്റെ സാറേ, മുടിയും പൊടി ഇടണോ? ഇട്ടേക്കാം. മുടി വരട്ടെ. ഉച്ചക്കടെ വെള്ളം വേണമായിരുന്നില്ലേ? മതിയാവും. ഒത്തിരി വെള്ളം. വെന്ത മാവല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ മതിയാവും. പയ്യന്നടി ഒന്നും ചെയ്യണ്ട, തിളച്ചു വരട്ടെ. തിളച്ചു വന്നിട്ട് അങ്ങനെ റെഡി. വെള്ളം ഒഴിക്കണോ? അതങ്ങ് ഒഴിച്ചാലും. നീ കുളിക്കാൻ വെള്ളം വയ്ക്കാം നമുക്ക് വാങ്ങിയിട്ട്. ശരിക്കും തിളച്ചു. ശരിക്കും തിളക്കട്ടെ. കുറി ഇളക്കിയില്ലല്ലോ നമ്മള്. ഓ അതോ ഏതാ അമ്മേ? മറ്റുകൊണ്ട് കളിക്കാതെ ചിലപ്പോ വെള്ളമായി പോയിരിക്കും. ഇവിടെ ആയോ? ആയില്ലല്ലോ. തിരിച്ചു വെക്കട്ടെ. കൊച്ചാ തുണി എടുത്തിട്ട് തിരിച്ചു വെക്കട്ടെ. ശ്രീമനെ തുണിയോടെ കിടപ്പുണ്ടെന്ന് ആയില്ല, ഇളക്കി കൊടുത്താൽ മതിയല്ലേ. ആയി പൊടി കിടക്കുന്നുണ്ടേ. വെള്ളം ഉണ്ടായിരുന്നില്ലേ? ഒത്തിരി ഉണ്ടായിക്കൊള്ളല്ലോ. അടിയിൽ കിടന്ന് നല്ലപോലെ വെന്ത്. അതാ പൊടി കിടക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇതിനകത്തായതുകൊണ്ട് എളുപ്പമാണ് നീ ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഇതാവും. ഇതാ പൊടി ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന. പൊടി അങ്ങ് കുറുകും. കണ്ണ് ഇനി വാങ്ങി വെച്ചാൽ വയ്ക്കാലോ. എന്തല്ലേ എന്തല്ല അത്? എന്തോ മോനെ ഇത് എന്താ നമുക്ക് കഴിക്കാനുള്ള ചെരുവത്തിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് കത്തി വരില്ല. ഇറച്ചിക്കഷ്ണം ഇതെന്നാ ഇരുന്ന് പറയണേ അവിടെ ഇരുന്ന്? ഇല്ല, അവനെ വിളിക്കുമായിരിക്കും, കുട്ടനെ. കാത്തി പിടിച്ചവനെ എന്തോ നോക്കട്ടെ. കാത്തി പിടിച്ചേ ആയതല്ലേ. അങ്ങനെ ഇരുന്ന് അങ്ങ് റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ ഇരുന്ന് റെഡി ആയിക്കോളും. ഒത്തിരി ഇഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കങ്ങാൻ കയറും. കുഴപ്പമില്ല.
അപ്പം അങ്ങനെ നമ്മുടെ കോഴിയും പിടിയും കോഴിയും റെഡി ആയില്ലേ? ഇനി കഴിച്ചാൽ മാത്രം മതി. അമ്മയ്ക്ക് കോരി കൊടുത്തു കഴിച്ചാൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ പിടിയും കോഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കഴിക്കാൻ ആൾക്കാർ വന്നിരിക്കുക കേട്ടോ. ചൂടോടെ കഴിക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലയോ? ആദ്യം ഇവർക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ, എന്നിട്ട് പിന്നെ അവസാനം നമുക്ക് കഴിക്കാം. അവിടെ കൊടുത്തു കയറും, ഇങ്ങോട്ട് കയറി. ചേട്ടാ കഴിക്കണോ? അവിടെ കയറി കയറി ഇരുന്നോ? എങ്ങനെയുണ്ട് ശ്രീകുട്ടൻ? ശ്രീകുട്ടൻ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് കേട്ടോ. അതെ, ഉരുട്ടാനും ചിക്കൻ മേടിക്കാൻ പോയ ശ്രീകുട്ടൻ, ഉരുട്ടിയത് ശ്രീകുട്ടൻ. ചൂടോടെ കഴിക്കണം, അതാ രസം. ചൂടുവെള്ളം കുടിക്കണം. വെള്ളം തന്നില്ലല്ലോ അങ്ങനെ. ദേവ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടെന്നു എനിക്ക് ചൂടൊന്നും ഇപ്പൊ പ്രശ്നമല്ല. മാരി മാരി കുടിക്കാൻ പറ്റാതെ പെട്ടെന്ന് കഴിച്ചോ. ചിക്കൻ ഒക്കെ എടുത്ത് കഴിക്കണേ. പിടിയും കോഴി ഞാനിതൊന്നും കഴിക്കത്തില്ല. ഓരോ അറ്റത്ത് കയ്പ് കഴിഞ്ഞോണ്ടിരിക്കും കേട്ടോ ആൾക്കാർ. കറി എടുത്തുണ്ടോ? കറി എടുത്തുണ്ടോ? കൂട്ടി വെച്ച് പിടിക്കണി. അച്ഛൻ്റെ പാത്രത്തിൽ കറി വെച്ചായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പറാ. രണ്ട് ചട്ടി വരെ അടിച്ചിരിക്കും. പറയേ. കഴിച്ചോ? കഴിക്കണ്ടു തന്നെ ഭാര്യ നമുക്ക് വാരി കഴിക്കാൻ സുഖമാ. അവരെ കട്ടൻ പല്ലിത്തുന്നാ മതിയോ? അതുകൊണ്ട് തനിയാ കഴിച്ചില്ലയോ? സൂപ്പർ. നല്ല കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങയും വറുത്ത പൊടിയൊക്കെ ഇടാം ഇല്ലയോ? നല്ലൊരു ടേസ്റ്റാണ്.